ഹലോ കുട്ടികളെ, എല്ലാവർക്കും സുഖമാണോ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കുറുമയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 3 കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്ക ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് മീഡിയം സൈസ് 2 ഉള്ളി നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇല്ലെങ്കിലും എല്ലാവരും സപ്പോർട്ടും ലൈക്കും തരണേ. ഞാൻ ആദ്യമായിട്ടാണ് ചാനൽ തുടങ്ങുന്നത്. അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി കൂടി ആഡ് ചെയ്യാം. കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. പച്ചമണം മാറുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കണം. കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീഡിയം സൈസ് 2 ഉരുളക്കിഴങ്ങ് കൂടി ഞാൻ കഷ്ണങ്ങളാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ഇടുകയാണെങ്കിൽ കറിക്ക് ടേസ്റ്റ് കൂടാനും കൊഴുപ്പ് കൂടാനും സഹായിക്കും. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നതാണ്. ഇതിലേക്ക് ഒരു തേങ്ങ ചിരവി അരച്ചത് കൂടി ആഡ് ചെയ്യാം. എരിവ് കുറഞ്ഞത് കൊണ്ട് കുറച്ചുകൂടി കുരുമുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ഉപ്പുണ്ടോ നോക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. കറി റെഡിയായി. അതിലേക്ക് മല്ലിയില തൂവി കൊടുക്കാം. ഞാനിന്ന് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ചിക്കൻ കുറുമ തയ്യാറാക്കിയത്. നെയ്ച്ചോറ് ചിക്കൻ കറി നല്ല അടിപൊളി ടേസ്റ്റാണ്.